വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഞാനത് സെക്കൻഡ് ഹാഫും കണ്ടിപ്പോഴാണ് കണ്ടത്. ഗ്രേറ്റ് ജോബ്. ടോവിനോയാലും എല്ലാ ആക്ടേഴ്സും നമുക്ക് അറിയപ്പെടുന്നത് അവരുടെയൊപ്പം അഭിനയിക്കുക ഇറ്റ് വാസ് സച്ച് എ മൊമെന്റ്. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ഫീൽ കിട്ടിയോ? ഒരുപാട് നമ്മുടെ സെറ്റിലൊക്കെ ആ ഒരു ഫീലാണ്. പീരിയോഡിക് പടമാണ്. ഫെൽറ്റ് റിയലി ഗുഡ്. Can't deny that he has done a great job in that writing. The story is amazing. ഞാനത് എനിക്കിപ്പം ഇപ്പോഴാണ് അതിൻ്റെ സെക്കൻഡ് ഹാഫ് വൺ ഓഫ് ദി ബെസ്റ്റ് ത്രില്ലേഴ്സ് എന്ന് പറയാൻ പറ്റും. ടോവിനോയുടെ പോലീസ് കഥാപാത്രം കണ്ടിട്ടുള്ളൂ, അതിന് എത്രത്തോളം ഡിഫറെൻ്റ് ആണ്? എനിക്കിത് ഭയങ്കര ഇഷ്ടമായൊരു പോലീസ് ക്യാരക്ടറാണ്. ദിസ് വുഡ് ബി മൈ ഫേവറേറ്റ് ഓഫ് ഹിസ് ആസ് എ പോലീസ് ക്യാരക്ടർ. ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. കണ്ണൂർ സ്കോഡിൻ്റെ മുകളിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയോ? സ്കോഡിന് അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ വേറൊരു പീരിയോഡിക് വേറൊരു മൂഡിൽ എടുത്താൽ ഓഫ്കോഴ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ടോവിയുടെ പോലീസ് കഥാപാത്രം ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടൊരു വേഷം കാണാൻ പറ്റും. നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പോലീസ് വേഷം പോലെ ആയിരുന്നില്ല. ടോവിനോ ചേട്ടൻ ഒരു പോലീസ് വേഷം ചെയ്യുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്യുന്നത് വിചാരിച്ചപ്പോൾ ആദ്യം തൊട്ടേ ഭയങ്കര ഒരു ഹീറോ പരിപാടി, തുടക്കം തൊട്ടേ ഭയങ്കര അങ്ങോട്ട് മാസ് പരിപാടിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നത്. പക്ഷേ ഇത് എൻ്റെ എക്സ്പെക്റ്റേഷന് ഡിഫറെൻ്റ് ആയിട്ട് തുടക്കമൊക്കെ കുറച്ച് ഇതായിട്ടൊക്കെ നിന്നിട്ട് പിന്നെ അവസാനം പോയി അടിപൊളി ഭയങ്കര അതായത് ഒരു ഗ്രോത്ത് കാണായിരുന്നു ഒരു ഇൻവെസ്റ്റിഗേഷനിൽ. ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വരണം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ണൂർ സ്കോഡിനൊക്കെ മുകളിൽ നിൽക്കുമോ? എന്തോ കണ്ണൂർ സ്കോഡിനൊക്കെ മുകളിൽ നിൽക്കുമോ? എല്ലാ സിനിമ രീതിയിലും നല്ലതാണത്. എനിക്ക് അങ്ങനെ മാർക്കിടാറൊന്നും അറിയത്തില്ല. അന്വേഷിപ്പ് കണ്ടെത്തും. പടം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതായത് എന്തുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ തന്നെ കയറി കാണാവുന്ന ഒരു പടം. അതായത് എനിക്കിപ്പോൾ സിനിമ കണ്ടപ്പോൾ ഒരു ഫീൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സിനിമ കണ്ടു, ഒരു സിനിമ കാണാൻ കയറി 2 സിനിമ കണ്ട് ഇറങ്ങിയ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫ് വരെ ഒരു കേസ് അന്വേഷണം, പിന്നെ സെക്കൻഡ് ഹാഫ് വേറൊരു കേസ് അന്വേഷണം, അങ്ങനെ വന്നപ്പോൾ ഒരു ത്രില്ലിങ് മോഡ് എന്തായാലും പടത്തിന് കിട്ടി. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് എല്ലാവരും നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ മറ്റേ ടോവിനോ നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ടോവിനോനെ പോലെ തന്നെ അതിൽ അഭിനയിക്കണം മറ്റു പോലീസുകാരും അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേരറിഞ്ഞൂടെ അവരെ. പിന്നെ പടത്തിൽ BGM എന്ന് പറഞ്ഞാൽ അത് അനാവശ്യമായിട്ട് ഒരു BGM പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നല്ല കിടലായിട്ട് BGM വർക്കും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് തിയേറ്റർ വാച്ചബിളാണ് പടം. തിയേറ്റർ നല്ല ധൈര്യമായിട്ട് എടുക്കുന്നത്. അതെ, അങ്ങനത്തെ ഒരു സ്കോഡായിട്ട്, അതായത് അങ്ങനത്തെ ഒരു സ്കോഡ് തന്നെ. കണ്ണൂർ സ്കോഡ് പോലെ തന്നെ വേറൊരു സ്കോഡ്. അത് വേറൊരു സ്കോഡ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ കിട്ടി കേസ് ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലതായിരുന്നു. ടോവിനോയെ നമ്മളിങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു ഫീൽ കിട്ടിയോ? അത് കൊള്ളായിരുന്നു. സാധാരണ ഒരു ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു എലമെൻ്റ് അല്ലായിരുന്നു ആൾക്കുള്ളത്. ആളൊരു വളരെ ഹ്യൂമൻ, റിയലിസ്റ്റിക് ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നിന്നത്. ആൻഡ് ഓൾസോ ഭയങ്കര വലിയ തിയേറ്ററിക്സ് ഒന്നുമില്ല. ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് ആൾക്ക് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ ഒരു പോലീസുകാരൻ വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുണ്ട്. ഈ സിനിമ എങ്ങനെ ഒരു സീറ്റ് എഡ്ജഡ് ആയിട്ടുള്ള സിനിമ എന്ന് തന്നെ പറയാൻ പറ്റുമോ? കേട്ടില്ല. ഒരു സീറ്റ് എഡ്ജഡ് ആയിട്ടുള്ള സിനിമ തന്നെ പറയാം. സീറ്റഡ് എഡ്ജിനെക്കാട്ടിലും നല്ല എൻഗേജിങ് ആയിരുന്നു. എഡ്ജിലിരുന്ന് പല്ല് കടിച്ച് കാണുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവമല്ല. നമുക്കറിയാവുന്ന വഴികളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നല്ല ത്രില്ലിംഗ് ആൻഡ് എൻഗേജിങ് ആയിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായി. ഇങ്ങനെ സംസാരിക്കണം, ഇനിയും സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ തള്ളുകാരനാന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും ഇതുവരെ കണ്ടില്ല, പ്രേക്ഷകരെല്ലാം പറഞ്ഞു ഇതുവരെ കണ്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സീരീസിലൊക്കെ ബെസ്റ്റ്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ണൂർ സ്കോഡിന് ശേഷം ഇതൊരു നമ്മൾ ഇനിയിപ്പം പറയുന്നൊക്കെ പറഞ്ഞു നടക്കും. ഒരു മാസുകളോ അങ്ങനെ ഭയങ്കര പൊടി പറപ്പിച്ച് വരുന്ന ജീപ്പുകളോ ഒന്നുമില്ലാതെ നാട്ടിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള 100% സാധ്യതയുള്ള ഒരു കാര്യമല്ലേ അന്വേഷണത്തിൻ്റെ രീതി. നിങ്ങൾ കണ്ടല്ലോ പടം കണ്ടു. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ് ഇത്. സത്യസന്ധതയുള്ള സിനിമയാണ് ഇത്. റിയലാണ്. കണ്ണൂർ സ്കോഡ് പോലെ ഒരു സ്കോഡായിപ്പോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ട് അത് അവരോട് ചോദിക്കണം. ഞാൻ തന്നെ ഓക്കെയാ. ആഗ്രഹമുണ്ടോ? പിന്നെ 100% അല്ലേ, 100% താല്പര്യമുണ്ട്. ഈ ഒരു സ്കോഡുമായിട്ട് ഇനി ഞങ്ങൾ ഓക്കെ, സന്തോഷം. നിങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക. അടിപൊളി മൂവി, ഒന്നും പറയാനില്ല. ചുമ്മാ അങ്ങനെയല്ല. ഞാൻ ആക്ടറല്ല, ഫൈറ്റ് മാസ്റ്റർ. ടോവിനോ എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനോ പുളിയല്ലേ? ഇതുവരെ കണ്ടിട്ടുള്ള കഥാപാത്രം ഒരുപാട് ഡിഫറെന്റ്. ഞാൻ ആദ്യം നമ്മുടെ പടത്തിന് പേര് പിന്നെ മറന്നുണ്ട്, സോറി. ആ മൂവിയിൽ കണ്ട ആക്ഷൻ
കൽക്കിൽ കണ്ട പോലത്തെ ഒരു മാസ് എൻട്രിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതല്ല, കോമൺ ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസർ. നല്ല രസമുണ്ട്, അവതാരമൊക്കെ ഭയങ്കര നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ, ബോറടിപ്പിക്കത്തില്ല. കണ്ണൂർ സ്കോഡ് പോലെ മറ്റൊരു സ്കോഡ് പോലെ ഫീൽ ചെയ്തോ? അതെ, ഏകദേശം അതേപോലെ തന്നെ. പക്ഷെ കണ്ണൂർ സ്കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, സെയിം രണ്ട് സ്റ്റോറി കണ്ട പോലെ ഉണ്ട്. രണ്ട് സിനിമ കണ്ട ഫീൽ രണ്ട് സിനിമ കണ്ട ഫീലിങ്സ്. ആദ്യത്തെ ഒരു സ്റ്റോറി, രണ്ടാമത്തെ ഒരു സ്റ്റോറി കൊള്ളാം, നല്ല രസമാണ്. എന്തായാലും എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനത്തെയൊക്കെയാണ്. രണ്ടാം ഭാഗം പറഞ്ഞോന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം നമ്മൾ പ്രതീക്ഷിക്കാറില്ലേ ചില കഥാപാത്രങ്ങളൊക്കെ എന്താ പറയുക മാസ് എൻട്രി കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു മൂലയ്ക്ക് കിടക്കുക. ഇപ്പോൾ എൻ്റെ ഫീലിങ്സ് അനുസരിച്ച് ഞങ്ങളൊക്കെ ഭയങ്കര ഫൈറ്റ് ഡൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ കയ്യടി മുഴുവൻ നായകന്മാരൊക്കെ കൊണ്ടുപോകണേ. അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഇതേ ആൾക്കാർ പോലും അപ്പുറത്ത് നിന്ന് കയ്യടി വാങ്ങുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് നോക്കാറുണ്ട്. ഞങ്ങളൊക്കെ ഇത്രയും മാസ് എൻട്രി ചെയ്തിട്ട് ഞങ്ങൾക്ക് ആരും കയ്യടിക്കാമല്ലോ. ഞങ്ങൾ ഫൈറ്റേഴ്സിൻ്റെയൊക്കെ എനിക്കല്ല, എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കയ്യടിയിട്ടുണ്ട്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്, ഒരു 1000 കൂടുതൽ ഫൈറ്റേഴ്സ് ഉണ്ട്. മാസ്റ്റേഴ്സിനെ മിക്ക ആൾക്കാരും തിരിച്ചറിയും. പക്ഷേ ഫൈറ്റേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ പലരെയും അറിയാറില്ല. കഴിഞ്ഞ ദിവസം പാണ്ഡി എന്ന് പറഞ്ഞൊരു ഫൈറ്റർ മരിച്ചു. ഒരുപാട് സിനിമയിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോലും മര്യാദക്ക് ആ ഒരു ഗ്യാങ്ങിൻ്റെ അല്ലാണ്ട് വേറൊരാളും കണ്ടില്ല. ജോളി മാസ്റ്റർ ഏതെങ്കിലും ഒരു മീഡിയ അതിൻ്റെ പുറകെ പോയോ? എത്രയോ സിനിമ ബാംഗ്ലൂർ ഡേയ്സ് വരെയും ചെയ്തിട്ടുള്ള ഫൈറ്റ് മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പുറകെ നിങ്ങൾ ഏതെങ്കിലും മീഡിയക്കാർ പോയോ? സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയല്ല അവരെത്രത്തോളം അധ്വാനിക്കുന്നുണ്ട്, ആരോഗ്യം വരെയും കളഞ്ഞു. എൻ്റെ സ്കിന്നിൽ മൊത്തം ഇവിടെയൊക്കെ സ്റ്റിച്ചാണ്, ഇവിടെയൊക്കെ ചതവാ, ഇടികൊണ്ടേൻ്റെയും തല്ലുകൊണ്ടേൻ്റെയൊക്കെ. ഒരു ആക്ട്രസിൻ്റെ ചെറിയൊരു മുറിവ് മതി മീഡിയം ഭയങ്കര വൈറലാണ്. ഞങ്ങൾ ഇഷ്ടംപോലെ ഇടി കൊണ്ടിട്ടുണ്ട്, ആവശ്യമില്ലാത്തടത്തും ചോര ഇറക്കി. പക്ഷെ ഒരു മീഡിയ അതിൻ്റെ പുറകെ പോകാനല്ല. ദൈവത്തോർത്ത് നിങ്ങൾ അതിൻ്റെ പുറകെ കൂടി ഒന്ന് പോകും. കാരണം ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉൾപ്പെടുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതും വേദന തന്നെയാണ്.